1950കളിൽ അമേരിക്ക ഇറാന് സമ്മാനിച്ച ചെറിയൊരു ആണവ റിയാക്ടറാണ് യഥാർത്ഥത്തിൽ ഇറാന്റെ ഇന്നത്തെ ആണവ പദ്ധതികളുടെ തുടക്കം. എന്നാൽ ചരിത്രത്തിന്റെ വിരോധാഭാസം എന്നോണം പണ്ട് സൗഹൃദത്തിന്റെ പ്രതീകമായി കൈമാറിയ അതേ ആണവ മോഹമാണ് ഇന്നിപ്പോൾ ഇരു രാജ്യങ്ങൾക്കുമിടയിൽ കടുത്ത ശത്രുതയുടെ തീ കോരിയിട്ട പ്രധാനപ്പെട്ട ഘടകമായി മാറിയത്. ഒരു കാലത്ത് തോളോട് തോൾ ചേർന്ന് നിന്ന സുഹൃത്തുക്കൾ ഇന്ന് മിഡിൽ ഈസ്റ്റിനെ തന്നെ ഒരു വെടിമരുന്നിന്റെ കൂടാരമാക്കി മാറ്റുന്ന കടുത്ത പ്രതിസന്ധിയിലേക്ക് എങ്ങനെ എത്തിയെന്നത് അറിയേണ്ട ചരിത്രം തന്നെയാണ്. ഇറാനും അമേരിക്കയും തമ്മിലുള്ള ഇന്നത്തെ ബന്ധത്തെക്കുറിച്ച് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് വലിയ മിസൈലുകളും കപ്പലുകൾക്ക് നേരെയുള്ള ആക്രമണങ്ങളും കടുത്ത യുദ്ധപ്രതീതിയും ഒക്കെ തന്നെയാണ് അല്ലെ. എന്നാൽ ഇന്ന് കാണുന്ന ഈ കടുത്ത ശത്രുതയ്ക്ക് പിന്നിൽ പതിറ്റാണ്ടുകളുടെ ഒരു ചരിത്രമുണ്ട്. ഏറ്റവും രസകരമായ ഒരു കാര്യം, ഇന്ന് പരസ്പരം നശിപ്പിക്കാൻ നോക്കുന്ന ഈ രണ്ട് രാജ്യങ്ങളും പണ്ട് ലോകം അസൂയയോടെ നോക്കി നിന്ന കടുത്ത സുഹൃത്തുക്കളായിരുന്നു എന്ന യാഥാർത്ഥ്യമാണ്. ആദ്യം തന്നെ ഇവർ പണ്ട് എങ്ങനെയാണ് സുഹൃത്തുക്കളായത് എന്ന ചരിത്രത്തിൽ നിന്ന് നമുക്ക് തുടങ്ങാം. കഴിഞ്ഞ നൂറ്റാണ്ടിന്റെ മധ്യത്തിൽ, അതായത് 1950കളിലും 60കളിലും ഇറാൻ ഭരിച്ചിരുന്നത് ഷാ എന്നറിയപ്പെടുന്ന ഒരു രാജാവാണ്. അതായത് ഷാ മുഹമ്മദ് റസ്വ പഹൽവി. അന്നത്തെ ഇറാൻ ഇന്നത്തെ പോലെയല്ല. തികച്ചും പാശ്ചാത്യ ശൈലിയുള്ള വസ്ത്രധാരണവും സംസ്കാരവുമുള്ള അമേരിക്കയുടെ ഏറ്റവും അടുത്ത സുഹൃത്തായ ഒരു രാജ്യമായിരുന്നു അന്നത്തെ ഇറാൻ. മധ്യപൂർവേഷ്യയിൽ അമേരിക്കയ്ക്ക് തങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വിശ്വസിക്കാൻ പറ്റിയ ഒരേ ഒരു ശക്തനായ പങ്കാളി ഇറാൻ ആയിരുന്നു എന്നതായിരുന്നു അന്നത്തെ യാഥാർത്ഥ്യം. പകരമായി ഇറാൻ ആവശ്യമായ ആധുനിക ആയുധങ്ങളും സാങ്കേതിക വിദ്യകളും പണവും അമേരിക്ക വൻതോതിൽ അവർക്ക് നൽകി. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഇറാന്റെ ഇന്നത്തെ ആണവ പദ്ധതികളുടെ തുടക്കം കുറിച്ചത് പോലും 1950കളിൽ അമേരിക്ക ഇറാന് സമ്മാനിച്ച ചെറിയൊരു ആണവ റിയാക്ടറിലൂടെയാണ് എന്നതാണ് യാഥാർത്ഥ്യം. അത്രത്തോളം ദൃഢമായിരുന്നു ആ സൗഹൃദം. അങ്ങനെ കാര്യങ്ങളൊക്കെ വളരെ സുഖകരമായിട്ട് മുന്നോട്ട് പോവുകയാണ്. എന്നാൽ ഈ സൗഹൃദത്തിനിടയിലാണ് 1953 ഒരു വലിയ കരിനിഴൽ പതിക്കുന്നത്. ഇറാന്റെ ചരിത്രത്തെയും അമേരിക്കയോടുള്ള അവരുടെ സമീപനത്തെയും മാറ്റിമറിച്ച സംഭവമായിരുന്നു അത്. ഇറാന്റെ ജനാധിപത്യപരമായി തെരഞ്ഞെടുക്കപ്പെട്ട പ്രധാനമന്ത്രിയായിരുന്ന മുഹമ്മദ് മൊസാദക്ക് ഇറാന്റെ സ്വന്തം എണ്ണ കമ്പനികളെ ദേശസാൽക്കരിക്കാൻ തീരുമാനിക്കുകയാണ്. അതുവരെ ഇറാന്റെ എണ്ണയിൽ നിന്ന് വൻ ലാഭം ഉണ്ടാക്കിയിരുന്ന ബ്രിട്ടനും അമേരിക്കയും ഇത് തീരെ സഹിച്ചില്ല. അവർ ചേർന്ന് ഇറാന്റെ മണ്ണിൽ ഒരു രഹസ്യ സൈനിക അട്ടിമറി ആസൂത്രണം ചെയ്യുകയും മൊസാദക്കിനെ അധികാരത്തിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തു. അമേരിക്കൻ അനുകൂലിയായ ഷാ രാജാവിന് പൂർണ്ണ അധികാരം കൈമാറുകയുമാണ് ഇവർ ചെയ്തത്. തങ്ങളുടെ ജനാധിപത്യത്തെ ചവിട്ടിമെതിച്ച അമേരിക്കയോട് ഇറാനിലെ സാധാരണ ജനങ്ങൾക്കുള്ളിൽ കടുത്ത അമർഷം രൂപപ്പെടാൻ ഈ സംഭവം കാരണമാവുകയാണ്. വർഷങ്ങളോളം ഈ അമർഷം നിലനിന്നു. ഈ അമർഷമാണ് 79ലെ ഒരു വലിയ അഗ്നിപർവ്വതമായി പൊട്ടിത്തെറിച്ചത്. ഇതാണ് ലോക ചരിത്രത്തിലെ പ്രശസ്തമായ ഇറാൻ വിപ്ലവം അല്ലെങ്കിൽ ഇസ്ലാമിക് വിപ്ലവം എന്നറിയപ്പെടുന്ന സംഭവം. അമേരിക്കൻ പിന്തുണയോടെ ആഡംബര ജീവിതം നയിച്ചിരുന്ന രാജാവിനെ ജനങ്ങൾ തെരുവിൽ നേരിട്ടു. രാജാവ് രാജ്യം വിട്ടോടേണ്ട ഒരവസ്ഥ വന്നു. തുടർന്ന് ആയത്തുള്ള റുഹല്ല ഖമൈനി എന്ന മത നേതാവിന്റെ നേതൃത്വത്തിൽ ഇറാൻ ഒരു ഇസ്ലാമിക് റിപ്പബ്ലിക്കായി മാറുകയാണ്. വിപ്ലവത്തിന് പിന്നാലെ ഇറാനിലെ വിദ്യാർത്ഥികൾ പോങ്യാങ് മാതൃകയിൽ തെഹ്റാനിലെ അമേരിക്കൻ എംബസി ആക്രമിക്കുകയും 52 അമേരിക്കൻ നയതന്ത്രജ്ഞരെ 444 ദിവസത്തോളം തടവിലാക്കുകയും ചെയ്തു. ഈ ഒരു സംഭവത്തോടെ അമേരിക്കയും ഇറാനും തമ്മിലുള്ള നയതന്ത്ര ബന്ധം പൂർണ്ണമായും അവസാനിക്കുകയാണ്. അന്ന് വരെ കൂട്ടുകാരായിരുന്നവർ അന്ന് മുതൽ കടുത്ത ശത്രുക്കളായി മാറി. അമേരിക്കയെ വലിയ സാത്താൻ എന്നും, അതായത് ഗ്രേറ്റ് സാത്താൻ എന്നും, അമേരിക്ക തിരിച്ച് ഇറാനെ ഭീകരവാദത്തിന്റെ പ്രഭവ കേന്ദ്രം എന്നും വിളിക്കാൻ തുടങ്ങുന്നത് ആ കാലം മുതലാണ്. ഇനി ഇവർ തമ്മിലുള്ള യഥാർത്ഥ പ്രശ്നം എന്താണെന്ന് നമുക്ക് പരിശോധിക്കാം. അത് പ്രധാനമായും 3 കാര്യങ്ങളിലാണ് തങ്ങി നിൽക്കുന്നത്. ഒന്നാമത്തേത് ഇറാന്റെ ആണവ പദ്ധതിയാണ്. തങ്ങളുടെ ശത്രുവായ ഇറാന്റെ കയ്യിൽ ആണവായുധം എത്തിയാൽ അത് മിഡിൽ ഈസ്റ്റിലെ അമേരിക്കൻ താല്പര്യങ്ങൾക്കും അവരുടെ ഏറ്റവും അടുത്ത സഖ്യകക്ഷിയായ ഇസ്രായേലിനും വലിയ ഭീഷണിയാകുമെന്ന് അമേരിക്ക ഇവിടെ ഭയപ്പെടുന്നുണ്ട്. എന്നാൽ തങ്ങൾ ഊർജ ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് ആണവ സാങ്കേതിക വിദ്യ വികസിപ്പിക്കുന്നത് എന്നാണ് ഇറാൻ മുന്നോട്ട് വെക്കുന്ന വാദം. 2015 ബരാക് ഒബാമയുടെ കാലത്ത് ഇറാനുമായി ഒരു ആണവ കരാർ ഒപ്പിട്ടതായിരുന്നു അമേരിക്ക. ഇറാൻ ആണവ പരീക്ഷണം നിർത്തിവെക്കുക, പകരം അമേരിക്ക ഉപരോധങ്ങൾ നീക്കുക എന്നതായിരുന്നു ഈ കരാർ. എന്നാൽ പിന്നീട് വന്ന ഡൊണാൾഡ് ട്രംപ് ഈ കരാറിൽ നിന്ന് ഏകപക്ഷീയമായി പിന്മാറുകയും ഇറാന് മേൽ കടുത്ത സാമ്പത്തിക ഉപരോധങ്ങൾ ഏർപ്പെടുത്തുകയുമാണ് ചെയ്തത്. പിന്നീട് ഈ ശത്രുത വർദ്ധിക്കാൻ തുടങ്ങി. രണ്ടാമത്തേത് മിഡിൽ ഈസ്റ്റിലെ മേധാവിത്വത്തിനായുള്ള ഒരു പോരാട്ടമാണ്. അമേരിക്കയുടെ സഖ്യകക്ഷിയായ ഇസ്രായേലിനെയും സൗദി അറേബ്യയും തകർക്കാൻ ഇറാൻ ശ്രമിക്കുന്നു എന്നതാണ് അമേരിക്കയുടെ പ്രധാനപ്പെട്ട ആരോപണം. ഇതിനായി ഇറാൻ നേരിട്ട് യുദ്ധം ചെയ്യാതെ തങ്ങളുടെ പിന്തുണയുള്ള വിവിധ ഗ്രൂപ്പുകളെ ഉപയോഗിക്കുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ലെബനിലെ ഹിസ്ബുള്ള, ഗാസയിലെ ഹമാസ്, യമനിലെ ഹൂത്തി വിമതർ, ഇറാഖിലെയും സിറിയയിലെയും വിവിധ ഷിയ സായുധ സംഘങ്ങൾ എന്നിവരെല്ലാം സാമ്പത്തികമായും ആയുധപരമായും സഹായിക്കുന്നത് ഇറാൻ തന്നെയാണ്.
ഇവരെ അമേരിക്ക വിളിക്കുന്നത് ഇറാന്റെ പ്രോക്സി ഗ്രൂപ്പുകൾ എന്നാണ്. ഒരു നാട്ടിലെ വലിയൊരു ഗുണ്ട നേരിട്ട് വരാതെ തന്റെ ചെറിയ കൂട്ടാളികളെ വിട്ട് എതിരാളികളെ ആക്രമിക്കുന്നത് പോലെയായിരുന്നു ഈ സംഭവം. ഈ ഗ്രൂപ്പുകൾ മിഡിൽ ഈസ്റ്റിലെ അമേരിക്കൻ സൈനിക താവളങ്ങൾക്ക് നേരെയും അതുപോലെ അന്താരാഷ്ട്ര കപ്പൽ ചാലുകൾക്ക് നേരെയും നിരന്തരം ആക്രമണം നടത്തി അമേരിക്കയുടെ ഉറക്കം കെടുത്തിക്കൊണ്ടേയിരുന്നു. മൂന്നാമത്തേത് സാമ്പത്തികവും തന്ത്രപരവുമായ ഉപരോധങ്ങൾ തന്നെയാണ്. അമേരിക്കൻ ഉപരോധങ്ങൾ കാരണം ഇറാന്റെ സമ്പദ് വ്യവസ്ഥ വലിയ തകർച്ചയിലാണ് ഇപ്പോൾ ഉള്ളത്. തങ്ങളുടെ എണ്ണ വിൽക്കാൻ പോലും അവർ വലിയ ബുദ്ധിമുട്ട് നേരിടേണ്ടി വന്നു. ഇതിനെ പ്രതിരോധിക്കാൻ ഇറാൻ ചെയ്യുന്നത് ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട എണ്ണക്കപ്പൽ പാതയായ സ്ട്രെയിറ്റ് ഓഫ് ഹോർമൂസ് ഉപരോധിക്കുമെന്ന് ഭീഷണിപ്പെടുത്തുകയാണ്. നിലവിൽ അത് തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്, അല്ലെ? ലോകത്തിലെ എണ്ണ വിതരണത്തിന്റെ വലിയൊരു പങ്ക് കടന്നു പോകുന്ന ഈ കടലിടുക്കിൽ ഇറാൻ കപ്പലുകൾ പിടിച്ചെടുക്കുന്നതും ഡ്രോൺ ആക്രമണം നടത്തുന്നതും അമേരിക്കയെ പ്രകോപിപ്പിക്കുന്ന പ്രധാനപ്പെട്ട ഘടകവുമാണ്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോഴത്തെ യുദ്ധത്തിൽ ഹോർമൂസ് കടലിടുക്ക് ശ്രദ്ധാകേന്ദ്രമായി മാറുന്നതിലെ പ്രധാനപ്പെട്ട കാരണവും. ഇനി ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് നോക്കാം. ഇപ്പോഴത്തെ സാഹചര്യം മുൻപത്തേക്കാൾ അതീവ ഗുരുതരവും സ്ഫോടനാത്മകവുമാണ് എന്ന കാര്യം നമുക്കറിയാമല്ലോ. പ്രത്യേകിച്ച് ഗാസയിലും ലെബനിലും നടക്കുന്ന യുദ്ധങ്ങൾക്ക് ശേഷം ഇറാന്റെ പ്രോക്സി ഗ്രൂപ്പുകളായിട്ടുള്ള ഹമാസും ഹിസ്ബുള്ളയും ഹൂതികളും അമേരിക്കയും ഇസ്രായേലിനുമെതിരെ കടുത്ത ആക്രമണങ്ങളാണ് നടത്തിപ്പോരുന്നത്. ചെങ്കടലിലൂടെ കടന്നു പോകുന്ന അമേരിക്കൻ കപ്പലുകൾക്ക് നേരെ യമനിലെ ഹൂതികൾ നടത്തുന്ന മിസൈൽ ആക്രമണങ്ങൾക്ക് പിന്നിൽ ഇറാന്റെ സാങ്കേതിക സഹായമുണ്ട് എന്ന് അമേരിക്ക വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. ഇതിന് മറുപടിയായി അമേരിക്ക ഇറാൻ താവളങ്ങൾക്ക് നേരെ വ്യോമാക്രമണവും നടത്തിപ്പോരുകയാണ് ഇപ്പോൾ. അതിനൊപ്പം തന്നെ ഇറാൻ ഇപ്പോൾ അമേരിക്കയുടെ വലിയ ശത്രുക്കളായ റഷ്യയുമായും ചൈനയുമായും പുതിയൊരു തന്ത്രപരമായ സഖ്യം രൂപീകരിച്ചു കൊണ്ടിരിക്കുന്നു എന്ന കാര്യം കൂടി ഇവിടെ പറയേണ്ടതുണ്ട്. ഉക്രൈൻ യുദ്ധത്തിൽ റഷ്യക്ക് വൻതോതിൽ ഡ്രോണുകളും മിസൈലുകളും നൽകി സഹായിക്കുന്നത് ഇറാനാണല്ലോ. പകരമായി റഷ്യ ഇറാന് സാങ്കേതിക സഹായങ്ങളും നൽകുന്നുണ്ട്. പാശ്ചാത്യ ഉപരോധങ്ങളെ മറികടക്കാൻ ഇവർ ഒന്നിച്ചു നിൽക്കുന്നത് അമേരിക്കയിൽ വലിയൊരു തലവേദനയാണ് ഇതിനോടകം തന്നെ സൃഷ്ടിച്ചിരിക്കുന്നത്. ഇവരുടെ ബന്ധത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ പണ്ട് തോളോട് തോൾ ചേർന്ന് നിന്ന രണ്ട് സുഹൃത്തുക്കൾ ഇന്ന് പരസ്പരം വിട്ടുവീഴ്ചയില്ലാത്ത കടുത്ത ശത്രുക്കളായി മാറിയിരിക്കുന്നു എന്ന് കഥ പറയുന്നതായിരിക്കും. വൻ ശക്തികളുടെ ഈ കളിയിൽ മിഡിൽ ഈസ്റ്റ് എപ്പോൾ വേണമെങ്കിലും പൊട്ടിത്തെറിക്കാവുന്ന ഒരു വെടിമരുന്നിന്റെ കൂടാരമായി മാറിയിരിക്കുകയാണ് എന്ന് നിസ്സംശയം നമുക്ക് പറയാം. അമേരിക്കയുടെ സൈനിക ശക്തിയും ഇറാന്റെ തന്ത്രപരമായ പ്രതിരോധവും തമ്മിലുള്ള ഈ പോരാട്ടം വരും നാളുകളിൽ ലോകത്തിന്റെ സമാധാനത്തെയും സാമ്പത്തിക വ്യവസ്ഥയെയും എങ്ങനെ ബാധിക്കുമെന്ന് ലോകം കടുത്ത ആശങ്കയോടെ തന്നെയാണ് നോക്കിക്കാണുന്നത്.